ഗൈസ്, അപ്പോൾ ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഒരു ഫേസ് പാക്ക് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കോഫി ഫേസ് മാസ്ക് ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. സ്കിൻ നല്ലപോലെ സോഫ്റ്റ് ആവാനും ഡെഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ നമുക്ക് കളയാനും പിന്നെ എന്താ പറയുക ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അത് മാറ്റിയെടുക്കാൻ കരിവാളിപ്പൊക്കെ മാറ്റിയെടുത്ത് സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒരു മാസ്കാണ്. അപ്പോൾ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലേക്ക് മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് 1 ടീസ്പൂൺ ആണ് കേട്ടോ കോഫി പൗഡർ ഞാൻ എടുക്കുന്നത്. ഒന്നിന് പഞ്ചസാരയാണ്, അതും ആവശ്യത്തിന് എടുക്കാം. ഞാൻ ഇപ്പോൾ രണ്ടും ഒരേ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഹണിയാണ് കേട്ടോ വരുന്നത്, അതായത് നമ്മുടെ തേനാണ്. അപ്പം നമുക്ക് തേൻ ഇത്തിരി ആഡ് ചെയ്താൽ മതി, കുറേയൊന്നും വേണ്ട കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ തൈര് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പാല് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെള്ളം യൂസ് ചെയ്യാം. ഞാൻ എന്തായാലും ഇതിലേക്ക് വെള്ളമാണ് യൂസ് ചെയ്തത്, കാരണം ഞാൻ എല്ലാ ഫേസ് പാക്കിലും ഇതുപോലെ തൈര് പാലൊക്കെ തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ഞാൻ കുറച്ച് വെള്ളമാണ്. ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇതുപോലെ ആയാൽ മാത്രം മതി. നമുക്ക് ഫേസ് ഫുള്ളൊന്ന് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ തേക്കുന്ന പോലെ ഇതുപോലെ കുറേ ഒന്നും തേക്കണമെന്നൊന്നുമില്ല, ഇത്തിരി തേച്ചാൽ മതി കേട്ടോ. എൻ്റെ ഇതേ കുറച്ച് കൂടി പോയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഫേസിലേക്ക് തേച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയൊന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇത് ഏകദേശം സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തേച്ചൊരു സ്ക്രബാണിത്. അപ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതൊരു 3 മിനിറ്റാണ് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നേരെ പോയി വാഷ് ചെയ്ത്. പിന്നെ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫേസിലേക്ക് ഒന്നായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഇതുപോലെ വെള്ളം വെച്ച് ഫസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് സ്ക്രബ് ചെയ്തിട്ട് മാത്രം വാഷ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ക്രബായിരുന്നു. അതിനുള്ള നല്ലൊരു റിസൾട്ട്, നല്ല ഫേസ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ ഫേസ് പാക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ കോഫി പൗഡർ തന്നെയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 സ്പൂൺ കോഫി പൗഡർ ആണ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് മുട്ടേൻ്റെ ഒരു വെള്ളയാണ് കേട്ടോ വേണ്ടത്, അതായത് ഒരു വൈറ്റ് കളർ ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് മതി കേട്ടോ, എൻ്റെ കുറച്ച് കൂടിപ്പോയി ഞാൻ ഇട്ടത്. അപ്പോൾ ഇത്രയൊന്നും വേണ്ട, കുറച്ച് മതി. അപ്പോൾ ഞാൻ കുറച്ച് കൂടിപ്പോയി, അത് സാറില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊരു പേസ്റ്റ് പരുവത്തിലായിട്ട് ആയി വരണം കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഫേസിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനത് ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസ് പാക്ക് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആവണ്ടോ നമ്മൾ ഫേസിലിരുന്നിട്ട്. അപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ മതിയാവും. നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വേണം നമുക്കിത് വാഷ് ചെയ്ത് കളയാൻ. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ മാറ്റം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് എവിടേക്കൊക്കെ ഡിഫറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫേസ് എന്താ പറയുക, ചെറുതായിട്ടൊന്ന് ഗ്ലോയിങ് ആയിട്ടുണ്ട്. പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇത് മസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് ഞാൻ പറയത്തില്ല, എന്തായാലും കുഴപ്പമില്ലാത്തൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ പാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ കോഫി പൗഡർ ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഫേസ് നല്ല ബ്രൈറ്റ് ആവാൻ വേണ്ടി സഹായിക്കും. അതേപോലെ തന്നെ സ്ക്രബിലും അതേപോലെ തന്നെ നമ്മൾ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ഷുഗർ നമുക്ക് നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്, നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് ആഴ്ച 2-3 ദിവസമൊക്കെ ചെയ്താലും മതിയാവും. ഇതിൽ സ്ക്രബാണുള്ളത്, അതുകൊണ്ട് ഇത് എന്നും ചെയ്യുന്ന അത്ര നല്ലതല്ല. പാക്ക് കഴുകി കഴിഞ്ഞ ശേഷം കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.